ഒരു ഈസി ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? അപ്പം നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റിയ ഈസി, ഇപ്പോൾ രാത്രിക്കെല്ലാം ചിക്കനെല്ലാം കൊടുത്ത് വന്നാൽ നമുക്ക് രാത്രിക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ച് സവോള ഇട്ട് വഴറ്റി ഉപ്പ് ഇട്ടിട്ട് സവാള വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് ചതച്ചത് ഇട്ടിട്ട് ഒന്നതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി കുറച്ച് ഉടയുന്നവർ, എന്തായാലും കുക്കറിൽ വെക്കുമ്പോൾ വിസിലടിക്കുമ്പോൾ ഉടയുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല എന്നിവ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു പച്ചച്ചൊവ്വയൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം. ചിക്കനിൽ മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 വിസിൽ വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിക്കാം. ചിക്കനിൽ തന്നെ വെള്ളം വരുന്നതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിന് ശേഷം വെന്തത് നമുക്ക് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഉരുളിയിൽ മാറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് ആവശ്യമായ കറി ആയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.